ആ മനോജ് പറ. 2 ഗുഡ് സർവീസ് സെന്ററി ഒരുമിച്ചടിക്കാൻ പറ്റിയൊരു ഇൻഫർമേഷൻ ഉണ്ട്. 2 ഫുള്ള് വാങ്ങിച്ചു തരാമെങ്കിൽ പറയാം. മനോജ് പറ, പത്രത്തിൽ പേര് വന്നിട്ടൊക്കെ കുറെ കാലം ഇവിടെ പറ. സംഭവം ഡ്രഗ്സ് ആണ്. ഒരു 5 കോടിയുടെ മുതലെങ്കിലും കാണാം. ഓ താങ്ക് യു മനോജ്, ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെട്ടേക്കാം. വേണ്ട, ഉറക്കൊന്നും കളയണ്ട. നാളെ ഫുൾ അവർ അവിടെ തന്നെ കാണാം. അടിപൊളി. അപ്പൊ ഞാൻ റെയ്ഡിന്റെ സമയം ഞാൻ മെസ്സേജ് അയക്കാം. താൻ മീഡിയക്കാരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോ. ഈ മുകളിലുള്ളവന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഒക്കെ അവന്മാർ കൊണ്ടുപോകും. ഓക്കെ വെച്ചേക്കട്ടെ. ഓക്കെ ബൈ. അതെ, നാളെ ഉച്ചക്കത്തെ ന്യൂസ് മിസ് ചെയ്യണ്ട. ഒരു സർപ്രൈസ് ഉണ്ട്. സൂക്ഷിച്ച് വേണം, മറിഞ്ഞടിച്ച് വീണേക്കരുത്. സർ ഒന്നുമില്ല സർ. സർ നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാർ ഒന്നുമില്ല, നിന്റെ അതൊന്നുമില്ല. സാർ നിങ്ങളെന്താ നോക്കുന്നേ? സാറേ ഉണ്ട് സാർ, ബാഗ് നിറച്ചുണ്ട്. അറസ്റ്റ് ചെയ്തോ? ഓക്കെ സാർ. സാർ ഇത് എന്തിനാ ഞങ്ങൾ പറയാം. 8 കോടിയോളം വിലപിടിപ്പുള്ള മയക്കുമരുന്നുകളാണ് 2 ബാംഗ്ലൂർ സ്വദേശികളുടെ കയ്യിൽ നിന്നും ഞങ്ങൾ പിടികൂടിയത്. ഞാൻ പിടികൂടിയത്. സാർ എവിടുന്നായിരുന്നു ഇൻഫർമേഷനോ? നോ, ഇറ്റ്സ് ഒബ്സർവേഷൻ. ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് ഒഴുകുന്നു എന്നതിന്റെ സൂചന ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് നേരത്തെ കിട്ടിയിരുന്നു. അന്ന് മുതൽ മയക്കുമരുന്ന് എത്താൻ സാധ്യതയുള്ള എല്ലാ വഴികളും ഞാൻ നിരീക്ഷിച്ചു വരികയായിരുന്നു. Any more questions? Thank you, sir. അഭിനന്ദനങ്ങളുടെ മഴയിലിടും. ഒരു മനുഷ്യൻ എത്ര ഫോൺ എഡിറ്റ് ചെയ്യാൻ പറ്റും? 100, 200? തൻ്റെ മിസ് കോളൊന്നും ഞാൻ കണ്ടില്ല. അതാ ഇപ്പോഴും ആൾക്കാർ ഇന്റർവ്യൂവിന് വിളിച്ചോണ്ടിരിക്കുക. ആ റിപ്പോർട്ടറിലെ ഹൈദറൊക്കെ വിളിച്ചിരുന്നു. ഞാൻ കൊടുത്തില്ല. തൻ്റെ പട്ടിഷോ കണ്ടു ചാനലില്. ഇത്തരമൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് എന്നെ ACP വിവരം അറിയിക്കാൻ എന്താണ്? സർ, കേസിന്റെ ജെന്യൂനിറ്റി ബോധ്യപ്പെട്ടതിന് ശേഷം സാറിനെ അറിയിക്കാന്ന് വിചാരിച്ചു സർ. സോറി സർ. ഇൻട്രഗേഷൻ തുടങ്ങിയോ? ഇല്ല സർ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. താൻ നേരത്തെ വിളിച്ചറിയിച്ച മീഡിയാസിനെ എല്ലാം വിളിച്ചിട്ട് പ്രതികളെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നുവെന്ന് ന്യൂസ് കൊടുക്കണം. സർ കൊടുക്കാം സർ. കം. ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ്? ഏതാനും വില ഇവർക്കേ പറയാൻ പറ്റൂ. ദാറ്റ്സ് ട്രൂ. മെറ്റീരിയൽ ജിപ്സം പൗഡറാണ്. അതെ സാർ, ഈ കെട്ടിട നിർമ്മാണത്തിനൊക്കെ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാ. എത്ര കൊല്ലത്തെ സർവീസ് ഉണ്ടോ തനിക്ക്? സർ 15. മയക്കമരുന്നും ജിപ്സം പൗഡറും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത താനൊക്കെ എന്ത് വാഴയ്ക്കാണോ കൊലത്തേത്? ചോദിക്കും സാറേ. എക്സ്ക്യൂസ് മീ സർ, റിലീസ് us please. റിലീസ് ദം. Sir, several times we told this officer that it's not drugs, it's gypsum powder. And he slapped my colleague. സോറി സർ, 3 മേജർ ആർക്കിടെക്റ്റുകളായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്ന ഞങ്ങൾക്ക്. സെയിൽസ് എല്ലാം പോയില്ലേ? ഈ നഷ്ടമൊക്കെ ആര് വഹിക്കും? ഇയാൾ തരൂ. സർ, ദിസ് മാൻ ഇസ് എ ഡിസ്ഗ്രേസ് ടു ദി എൻറ്റയർ പോലീസ് ഫോഴ്സ്. ആബ്സല്യൂട്ട്ലി. നിങ്ങൾ എൻ്റെ ഓഫീസിലേക്ക് വരൂ, നമുക്ക് സംസാരിക്കാം. അതിനുമുമ്പ് ഞങ്ങൾ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. സോ ഹായ്, ഞാനിപ്പോ നിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിലാണ്. യു മേ ഹാവ് സീൻ ദിസ് മാൻ ടുഡേ മോർണിംഗ്. ഈ നിൽക്കുന്ന ഇഡിയറ്റ് ഓഫീസർ നാളെ രാവിലെ തൻ്റെ ഓഫീസിലേക്ക് വാ. സസ്പെൻഷൻ ഓർഡർ അപ്പം തരാം. സർ ആൻഡ് ഈ ഓഫീസേഴ്സ് എല്ലാം ഇതിൽ ഇൻവോൾവ് ആണ്. ഈ ആളുടെ കയ്യിൽ അതോറിറ്റി ഉണ്ടെന്ന് കരുതിയിട്ട് അതിന്റെ ദാഷ്ട്യം ഇയാൾ കാണിച്ചത് കുറച്ചൊന്നുമല്ല. എന്റെ കൊളീഗിനെ തല്ലിയതും പോരാതെ ഞങ്ങളെ ഫുൾ മാധ്യമങ്ങളുടെ മനോജ് ഫോൺ എടുക്കടാ. എന്റെ ഫോൺ എടുക്ക്. എന്റെ പൊന്ന് സാറേ, ഇപ്പൊ കിടന്നിങ്ങനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ലേ. എന്നെ അറിയുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള രാത്രി 9:30 കഴിഞ്ഞ് എന്റെ കോൾ എടുക്കല്ലേന്ന്. നീ പോടാ മാറി. കണ്ടു
സർ നാണക്കേടായി നാട്ടിലും വീട്ടിലും. ഞാൻ ഇന്ന് വെറുതെ കമ്മീഷൻ ഓഫീസർ ഒന്ന് പോയി സാർ. നമുക്ക് 3 പേർക്ക് സസ്പെൻഷൻ ഉണ്ടെന്ന് അറിഞ്ഞത്. ഓ നിങ്ങൾക്കുണ്ടല്ലേ? ഗുഡ്. സർ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് സർ കമ്മീഷണറെ വിളിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ രണ്ടുപേരും ഒഴിവാക്കി കിട്ടൂല. ഞാൻ പറയൂല. സാധനം കിട്ടിയ ഉടനെ നിങ്ങൾക്ക് എന്നെ എരി കിട്ടിയതല്ലേ? ഒന്ന് മണപ്പിച്ചെങ്കിലും നോക്കായിരുന്നില്ലേ? മണത്തോക്കുള്ള സമയം പോലും സാർ അതിന് തന്നില്ലല്ലോ. നമ്മുടെ ഗ്രൂപ്പ് ലൈവ് കണ്ട ആരോ ആണെന്ന് തോന്നുന്നു സാർ. അതെ. അല്ലേ? സസ്പെൻഷൻ കിട്ടിയല്ലേ? ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അയ്യോ സർ അങ്ങനെ പറയല്ലേ സർ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ എന്തെങ്കിലും ചെയ്യും. താങ്ക് യു. സർ നീനുവിന് അത്യാവശ്യം നല്ല ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്നു. ഉണ്ടാവണമല്ലോ, അതുകൊണ്ടല്ലോ ഒരു സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നത്. അതെ അതെ അതെ. അപ്പം നീനുമായിട്ട് നല്ല പരിചയമുള്ള ഒരാൾ അയാളുടെ ആരാധന മൂത്ത് അതൊരു ഒബ്സഷനായിട്ട് മാറിയെന്ന് വെക്കാം. ദാ അവിടെ വയ്ക്കാം. ആ ആ ഈ ഒബ്സഷൻ കാരണം അയാൾ നീനുമായിട്ട് കൂടുതൽ അടുപ്പത്തിലാവാൻ ശ്രമിച്ചു. അപ്പോൾ അവൾ അയാളെ ഇഗ്നോർ ചെയ്ത് തുടങ്ങി. അപ്പോൾ അയാൾ ആകെ ഇൻസൾട്ടഡായി. ഇതൊരു സോളിഡ് മോട്ടീവ് അല്ലേ? ഇത് മയനൈസ് അല്ലേ? ആ പൊളിച്ചോ. ആ എടോ അങ്ങനെ ഒരാൾ ഉണ്ടാവണ്ടേ? അങ്ങനെ ഒരാളുണ്ട് സർ. ആഹാ ഒഴിച്ചോ. ആ ആരാണ് അയാൾ? നീനുവിനെ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരാൾ. നീനുവിൻ്റെ റൂംമേറ്റിൻ്റെ മൊഴി പ്രകാരം നീനുമായിട്ട് ഫോണിലും നേരിട്ടും നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ. കൃത്യം നടന്ന ദിവസം അതേ സമയം അതേ ടവർ ലൊക്കേഷനിൽ 10 മിനിറ്റോളം ചെലവഴിച്ചിട്ടുള്ള ഒരാൾ. നീനുവിൻ്റെ വീട്ടിൽ പത്രമിടുന്ന ഹരി. പോളി. ഗുഡ് ടേസ്റ്റ് ആൻഡ് ഗുഡ് ചോയ്സ് ടു. താങ്ക് യു. വീടും പരിസരവും കൃത്യമായിട്ട് അറിയുന്ന വ്യക്തി. യെസ്. ലോ പ്രൊഫൈൽ. സ്ഥിരമായി പത്രമിടുന്ന സമയം തന്നെ കൃത്യം നടത്താൻ തെരഞ്ഞെടുത്തത് അയാൾക്ക് ഈ സംഭവത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി. കൊള്ളാം. ഒന്നും നോക്കണ്ട, പൊക്കിക്കോ. ഓക്കെ. അല്ല ഇതൊക്കെ എൻ്റെ ഊഹാപോഹങ്ങളാന്ന് വിചാരിക്കുമോ? സോളിഡ് ആയിട്ടുള്ളൊരു എവിഡൻസിൻ്റെ അപ്പോൾ എടോ ഫിംഗർ പ്രിന്റും റൂംമേറ്റിന്റെ മൊഴിയൊക്കെ നമ്മുടെ കയ്യിലിരിക്കല്ലേ? ഇയാള് പോയി പൊക്കടോ. ചെല്ലേ. എന്താ മന്തി വേണ? ഏയ് വേണ്ട. എന്നാ ഇയാൾ ചെല്ലടോ. ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണക്കടത്ത് കേസിന്റെ ട്രയൽ ഉള്ളതാ. മനുഷ്യന് മൊത്തം നിന്ന് വേർക്കാനുള്ളതാ. ഓക്കെ ചെല്ല്. സോറി ചുമ്മാ മനുഷ്യന് മനക്കെടുത്ത.